ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് മെയ് 2 എഴുതാൻ പോകുന്നവർ അതിന്റെ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡീസിന്റെ ഒക്കെ തിരക്കിലായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരുണ്ടാകും, ഓൾറെഡി എഴുതി പരിചയമുള്ളവരുണ്ടായിരിക്കും, പ്രിലിംസ് ഇതുവരെ ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയവരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു എക്സാം വളരെ ക്രൂഷ്യലാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊരു 60+ സ്കോറിംഗ് ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? സോ ദാറ്റ് സേഫ് ആയിട്ടിരിക്കാലോ, അല്ലെ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വതേ എന്താണ് കുറച്ച് കറണ്ട് അഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ലാസ്റ്റ് മൊമെന്റിൽ വെക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചിലരങ്ങനെ വെക്കാം. ഓൾറെഡി പഠിച്ച് സെറ്റ് ആയിരിക്കുന്നവരുണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒരു ക്വിക്ക് റിവ്യൂ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് മൊമെന്റിൽ നോക്കാം. ഓക്കെ, കാരണം അത് അത്രയും റെലവെന്റ് ആണ്, സമകാലീന സംഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ചോദിക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അതൊന്ന് നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഇന്നത്തെ വീഡിയോ. മാത്രമല്ല, നമുക്ക് മലയാളത്തിൽ പെയിന്റിംഗ് ആയിട്ട് നിന്ന കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചേക്കാണ്. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇനി ഫസ്റ്റ് സ്റ്റേജ് അല്ലാതെ സെക്കൻഡും തേർഡും ഒക്കെ എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. 21 to 25 വരെയുള്ള കംപ്ലീറ്റ് PYQs സോൾവ് ചെയ്യുക. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ മാക്സിമം കാര്യങ്ങളെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ സിലബസ് മുഴുവൻ ഇരുന്ന് പഠിക്കാൻ ഒരിക്കലും നിൽക്കരുത്. മെയ് 2 സെക്കൻഡ് സ്റ്റേജ് എഴുതുന്നവർക്കുള്ള ഹോൾ ടിക്കറ്റ് വരിക, അതായത് മെയ് 16 എഴുതുന്നവർക്കുള്ള. അപ്പോൾ അപ്പോഴേ സെക്കൻഡ് സ്റ്റേജ് ആർക്കൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്താണെങ്കിലും സിലബസ് മുഴുവൻ കംപ്ലീഷൻ അല്ല, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കാൻ ശ്രമിക്കുക. അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. ഇതുവരെ 21 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിഗ്രി പ്രിലിംസിന്റെ മാത്രം കിട്ടാത്തവരുണ്ട് എങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PC വേൾഡ് ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. ഞാൻ ഈ പേപ്പേഴ്സ് മാത്രമല്ല നിങ്ങൾക്ക് തരാം, കുറച്ച് സ്പെഷ്യൽ മെയിൻസിന്റെയും കൂടെ തരും അതിൽ അഡീഷണൽ ആയിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, മെയിൻസിന്റെ കോണ്ടന്റ് നമുക്ക് ഏകദേശം ഇതിലുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അത്രയും മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ കാണുമ്പോൾ നമുക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താവും വെൽ പ്രാക്ടീസ്ഡ് ആയിട്ടിരിക്കും. ഓക്കെ, 15+ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാനിതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിത്ത് ആൻസേഴ്സ്. സോ നന്നായിട്ട് എല്ലാവരും പഠിക്കുക, കയ്യിലുള്ളവേ അത് നന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ആ ക്വിക്ക് റിവ്യൂ നടത്തേണ്ട ഹോട്ട് ടോപ്പിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് യൂണിയൻ ബജറ്റ് ആണ്. ഈ യൂണിയൻ ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ളത് എന്നും അവരെന്തെങ്കിലും പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, സ്കീമുകൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് നോക്കണം. മാത്രമല്ല, അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് പോലെയുള്ള കാര്യങ്ങളും. മാത്രമല്ല, നമ്മുടെ സർക്കാരിന്റെ വരവ് ചെലവ് കണക്ക് പറയുന്ന ഒരു സംഭവമാണല്ലോ യൂണിയൻ ബജറ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ അവർ എക്സ്പെൻഡിച്ചർ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ തവണത്തെ ഏതിനായിരുന്നു എന്നുള്ളതും, അതായത് മാറ്റിവെക്കുന്നതും ഉണ്ട്. നമ്മുടെ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിത വരവ് ചെലവുണ്ട്, കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു സാമ്പത്തിക വർഷം എക്സ്പെൻഡിച്ചർ ഏത് മേഖലയ്ക്കാണ് കൂടുതൽ, അതുപോലെ തന്നെ റവന്യൂ ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് എവിടെ നിന്നാണ്, ഇനി അപ്പോൾ അത് ടാക്സ് ആണെങ്കിൽ തന്നെ അത് ടാക്സ് ആണ്, നോൺ ടാക്സ് ആണ്, അങ്ങനെ ഉണ്ടല്ലോ. ടാക്സ് ആണെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ആണോ ഏറ്റവും കൂടുതൽ തരുന്നത്, ഇൻഡയറക്റ്റ്ലി ഏത് കമ്പോണന്റ് ആണ് ഏറ്റവും കൂടുതൽ തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, GST ആണ് ഇൻഡയറക്റ്റ്ലി ഏറ്റവും കൂടുതൽ എന്താണ് ടാക്സ് കിട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റ് മൊമെന്റിൽ ഒന്ന് നോക്കണം, സംഖ്യകൾ വരുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം, കാരണം ഇത് എപ്പോഴും പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാത്ത രീതിയിലും ഒക്കെ കാണുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ GDP റേറ്റ് എത്രയാണ് നമ്മളുടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് നോക്കണം. രണ്ടാമത്തത് കേരള ബജറ്റ്. നമ്മൾ എന്തൊക്കെയാണ് യൂണിയൻ ബജറ്റിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ കേരള ബജറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ചും കൂടെ എൻവയറൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു ന്യൂ ബജറ്റിലെ കേരളത്തിന്റെ. അപ്പോൾ ഏതൊക്കെ സ്കീമുകളാണ്, പുതിയ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നത്, കണക്ട് ടു വർക്ക് സ്കീം കൊണ്ടുവന്നു സർക്കാർ, അതുപോലെ തന്നെ എന്താണ് പെൻഷന്റെ ആ ഒരു ഇത് കൂട്ടി, അങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അതുപോലെ തന്നെ പോളിസി റേറ്റ്സ്, മോണിറ്ററി പോളിസി റേറ്റ്സ് ഉണ്ടല്ലോ, നമ്മളുടെ CRR, SLR, റീപ്പോ, റിവേഴ്സ് റീപ്പോ, അതുപോലെ തന്നെ SDF, MSF, ബാങ്ക് റേറ്റ്, SLR, ഇതൊക്കെ കംപ്ലീറ്റ് നിങ്ങൾ നോക്കി വെക്കണം. റേറ്റുകൾ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ദെൻ റിപ്പബ്ലിക് ഡേ, നമ്മളുടെ ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേയുടെ സ്പെഷ്യാലിറ്റി എത്രാമത്തെയാണ്, ആരാണ് ഗസ്റ്റ്, ഏത് രാജ്യത്തിൽ നിന്നുള്ള നേതാവായിരുന്നു എന്നുള്ള കാര്യങ്ങളും, പിന്നെ ഏത് ടാബ്ലോക്കാണ് ആ ഒരു ഇത് കിട്ടിയത് എന്നുള്ളതും ഒക്കെ ഒന്ന് നോക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് മിലിറ്ററി എക്സസൈസസ്. ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട് എന്താണ് ഒരുമിച്ച് ചേർന്ന് കുറേയധികം മിലിറ്ററി എക്സസൈസസ് ഇന്ത്യ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് നോക്കണം. ഇനി ന്യൂ അപ്പോയിന്റ്മെന്റ്സ്, അത് ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പോൾ നീതി ആയോഗിൽ പുതിയൊരു അപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കുക. ഏത് സംഭവത്തിന്റെയും ന്യൂ അപ്പോയിന്റ്മെന്റ്സ് പേരുകൾ നിങ്ങൾ നോക്കണം. ഇനി അതിന് സ്പെസിഫിക് നമ്പറുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ RBI ഗവർണർ 26ാമത്, അങ്ങനെയാണെങ്കിൽ 25ാമത്, ആ ഒരു നമ്പറിങ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അത് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെയും പിന്നെ എന്താണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ അത്രയും ഇതായിട്ട് ചോദിക്കാറില്ല, പക്ഷെ കൂടുതൽ നിങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എത്രാമത്തെ, അതുപോലെ RBI ഗവർണർ എത്രാമത്തെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറച്ചും കൂടെ നമ്പറിങ് വെച്ച് ചോദിക്കാറുള്ളത്, അല്ലാതെ ഇപ്പോഴത്തെ എന്നുള്ള രീതിയിൽ ചോദിക്കാറുള്ളൂ. പക്ഷേ പ്രഥമം, അതായത് ആദ്യത്തെ ആളെയും കൂടി ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, ദെൻ കേരള പ്രഭ അവാർഡ്സ് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയിരിക്കണം. കേരള പ്രഭ അവാർഡ്സ് ലേറ്റസ്റ്റ് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് കംപ്ലീറ്റ്. പക്ഷെ അതിനോട് അസോസിയേറ്റ് ചെയ്താൽ നിങ്ങൾ ആദ്യം കിട്ടിയവരെയും കൂടെ ഒന്ന് നോക്കണം കേട്ടോ, അത് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ എൻവയറൺമെന്റൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, അത് കേരളത്തിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ
അതും ഇന്ത്യയുടെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ റെലവൻസ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും നോക്കണം. പിന്നെ ലേറ്റസ്റ്റ് അച്ചീവ്മെന്റ്സ് ഇൻ സ്പോർട്സ്. ഇത് ക്രിക്കറ്റ് ഞാൻ കുറച്ചും കൂടി എടുത്തു പറയാൻ കാരണം നമുക്ക് വേൾഡ് കപ്പ് കിട്ടിയത് ഈ വർഷമാണ് അല്ലെ. ഈ വർഷം വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ട് ക്രിക്കറ്റിന്. അത് മെന്നിനും കിട്ടിയിട്ടുണ്ട്, വിമനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ പറഞ്ഞ ക്രിക്കറ്റിന്റെ ഇതിൽ ഏത് സ്റ്റേഡിയത്തിലാണ് നടന്നത് ഫൈനൽ, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്, അതുപോലെ തന്നെ ഇനി ഏത് വർഷമാണ്, ഇതുവരെ ഇന്ത്യക്ക് എത്ര എണ്ണം കിട്ടി എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഇതിനോട് അസോസിയേറ്റ് ചെയ്തൊന്നും കൂടെ നോക്കണം. അതിൽ ക്രിക്കറ്റ് കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറഞ്ഞത് വേൾഡ് കപ്പ് കിട്ടിയതുകൊണ്ടാണ്. പിന്നെ അടുത്തത് നാഷണൽ ഗവേണൻസ് ലോസ് ആൻഡ് പ്ലാൻസ്. അത് ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. എന്തെങ്കിലും പുതിയ ലോസ് പ്ലാൻസ് ഒക്കെ അവർ ഏതെങ്കിലും ഇത് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നോക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനത്തെ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ഇലക്ഷൻ. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു, നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ, അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് മസ്റ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. പിന്നെ നിയമസഭാ ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യം എത്ര സ്റ്റേറ്റ്സിലാണ് ഈ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നത് എന്നുള്ളത് 4 എണ്ണമാണ് അല്ലെ. പിന്നെ കുറച്ച് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഈ 4 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് ഓട് വൺ ഔട്ടായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് സ്റ്റിൽ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി സ്റ്റേറ്റസ് ഉള്ളത്, നിലവിലുള്ള ലോക്സഭ അത് എത്രാമത്തെയാണ്, ഇനി നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ളത് എത്രാമത്തേക്കുള്ളതായിരുന്നു ഇലക്ഷൻ എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കണം. ഏതാണ് തീയതി ഇലക്ഷൻ നടന്നത് പോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഇവിടെ ഈ സമയത്ത് നോക്കണം. അത് ബോത്ത് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, അതിന് സാധ്യത കൂടുതലാണ്. ദെൻ നാഷണൽ ആൻഡ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ഒബ്വിയസ്ലി ചോദിക്കും. കാരണം ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്തവർക്ക് ഏറ്റവും ചോദിക്കാൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണിത്. പക്ഷേ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ, അതായത് മലയാളത്തിൽ ആദ്യമായിട്ട് ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമകളെയും കൂടെ ഇവിടെ ഒന്ന് പരിഗണിച്ച് നിങ്ങൾ നോക്കണം. അതിന്റെ സംവിധായകൻ, നിർമ്മാതാവ് പോലത്തെ സംഭവങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. കാരണം അതിനും ഇവര് പുതിയത് മാത്രം നമ്മൾ ചിന്തിക്കരുത്, പ്രഥമം പുതിയത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എല്ലാത്തിലും. ഓക്കെ, തുടക്കം ഇപ്പോഴത്തെ അത്രേ ഉള്ളൂ. ദെൻ ഓസ്കാർ എന്തായാലും ചോദിക്കും. ഇന്ത്യയുടെ നോമിനേഷൻ ഏതായിരുന്നു എന്നുള്ളത് ചോദിക്കും. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, അവരുടെ സിനിമ, ബെസ്റ്റ് സിനിമ, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതകളാണ്. ദെൻ ലേറ്റസ്റ്റ് ലിറ്റററി അവാർഡ്സ്, ഈ വർഷം കിട്ടിയവരുടെ ഓരോ ലിറ്റററി അവാർഡ്സ് ഉണ്ടല്ലോ, അത് ഓരോന്നും നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന തരത്തിലുള്ള ലിറ്റററി അവാർഡ്സ് ഉണ്ടാവില്ലേ, അതൊന്നും കൂടെ ഫോക്കസ് ചെയ്ത് നോക്കണം കേട്ടോ. അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതകളാണ്. ദെൻ നോബൽ പ്രൈസ് വിന്നേഴ്സ് 2025 നിങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഓരോ മേഖല, അതായത് ഓരോ സബ്ജക്ട്, നമ്മൾ പറയുമല്ലോ കെമിസ്ട്രി, ഫിസിക്സ്, ഈ പറയുന്ന ഏരിയാസിലൊക്കെ നോബൽ സമ്മാനം കിട്ടുന്നവരുടെ പേര് മാത്രമല്ല അവരെന്ത് കോൺട്രിബ്യൂഷൻ ആണ് ആ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ കൊടുത്തിട്ടുള്ളത്, എന്താണ് അവരുടെ കണ്ടുപിടുത്തം എന്നുള്ളതും കൂടെ നോക്കണം. കാരണം അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ 10th ലെവലിന് പോലും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ പിക്ക് ഔട്ട് ചെയ്ത് പറയും. ഇപ്പൊ 3 പേരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ 3 പേർക്ക് കിട്ടുന്ന പ്രൈസസ് ഉണ്ടെങ്കിൽ ആ 3 പേരുടെയും സംഭാവന എന്താണ് എന്നുള്ളത് നോക്കണം. ചിലപ്പോൾ 2 പേര് ഒരൊറ്റ ഗ്രൂപ്പായിട്ടും ഒരാൾ സെപ്പറേറ്റും ആയിട്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിക്കും. അപ്പോൾ നൊബേൽ സമ്മാനം വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, വ്യക്തമായിട്ട് പഠിക്കണം. എന്താണ് അവരുടെ പേര്, അവരുടെ രാജ്യം എന്ന് പറയുന്നത് വളരെ ഇതായിട്ടൊന്നും ചോദിക്കാൻ സാധ്യതയില്ലെങ്കിലും എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ വരികയാണെങ്കിൽ, ഇപ്പൊ 3 പേർക്ക് ഒരേ രാജ്യത്ത് നിന്നുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ 2 പേര് അങ്ങനെയൊക്കെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ലേറ്റസ്റ്റ് ISRO മിഷൻസ് ലൈക്ക് നസാർ, ചന്ദ്രയാൻ 5, PSLV 62, ഇതിൽ ചിലതൊക്കെ അപ്കമിംഗ് ആണ്. ഓക്കെ, അവരുടെ ഭാവിയിലുള്ള പ്രൊജക്ട്സ് ആണ്. അതിൽ ചെറിയ എന്തെങ്കിലും ഇത് അവരിപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. അത് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യത. പിന്നെ ഡേയ്സ് ആൻഡ് തീംസ്, ഓരോ ഡേയ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ എന്താണ് ദേശീയ എന്നല്ല, നമ്മൾ മൊത്തത്തിൽ പറയുന്ന ഇപ്പം പരിസ്ഥിതി ദിനം, അതുപോലെ വാട്ടർ ഡേ, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് ആ ഡേയ്സിന്റെ തീമുകൾ അത് 26, 25 ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ ലാസ്റ്റ് നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ മറക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. ദെൻ കേരള സ്കൂൾ കലോത്സവം, നമ്മുടെ കേരള ഈ പ്രാവശ്യത്തെ എവിടെയായിരുന്നു, ആരാണ് ഫസ്റ്റ്, സെക്കൻഡ് ആരാണ് എന്നുള്ളത് നോക്കണം. അതുപോലെ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ നടന്നത് എവിടെയാണ്, അതിൽ ഫസ്റ്റ് ആരാണ്, സെക്കൻഡ് ആരാണ് നോക്കണം. പിന്നെ കേരള സയൻസ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് കഴിഞ്ഞത് നടന്നത് എവിടെയാണെന്ന് നോക്കണം. പിന്നെ വേൾഡ് സമ്മിറ്റ്സ്, അതായത് G7, G5, G20, അതുപോലെ തന്നെ ആസിയാൻ പോലെയുള്ള സമ്മിറ്റുകൾ ഇപ്പോൾ, അതായത് ഇനി വരുന്ന വർഷം, ഇപ്പൊ ഈ വർഷം നടക്കുന്നുണ്ടാവാം, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് എന്നുള്ളതും, കഴിഞ്ഞ വർഷം നടന്നത് അതൊരു 2 വർഷം ബാക്ക് വെച്ച് പഠിക്കണം. എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അത് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, ഇത് ഞാൻ ഒരു കറണ്ട് അഫെയർ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ നോക്കാൻ വേണ്ടി വളരെയധികം സോർട്ട് ഔട്ട് ചെയ്ത് എടുത്തതാണ്. കാരണം ഈ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതിൽ ഇപ്പോൾ സെക്കൻഡും തേർഡും എഴുതുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് നോക്കുക. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്കിപ്പോൾ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കാനും പറ്റൂ കേട്ടോ. നിങ്ങൾ അത് ഇതാക്കണ്ട. കാരണം അങ്ങനെയുള്ള വളരെയധികം ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ നോക്കാനുള്ളതേ ഉള്ളൂ ഈ 20 സംഭവങ്ങളുടെ. ഓക്കെ, അപ്പോൾ ഇതാണ് കറണ്ട് അഫെയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ മലയാളത്തിന്റെ കുറച്ച് പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും ചോദിച്ചിരുന്ന സംഭവമാണ് പര്യായത്തിലെ സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യന്റെ സ്വധയുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഞാൻ പറയുന്നത് ബാനു, ഇനൻ, ഞായർ, കർമ്മസാക്ഷി, മാർത്താണ്ഡൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ ചന്ദ്രൻ,
ചന്ദ്രന്റെ തിങ്കൾ, സുധാംശു, ഏണാങ്കൻ, ശാരദ, പൗർണമി, ഇന്ദു, മൃഗാങ്കൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. നിലാവ്, ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി, ചന്ദ്രകാന്തം വളരെ വളരെ ഇമ്പോർട്ടന്റ്. ദെൻ ആകാശം, വാനം, ഗഗനം, നഭസ്, വിഹായസ്, വിയതം ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ മേഘം, നീരദം, അമ്പുദം, ജലദം, വാരിദം, വയാഹ, അബ്രം. കാറ്റ്, മാരുതൻ, അനിലൻ, പവനൻ, പവമാനൻ. ദെൻ നദി, സരിത്ത്, തടിനി, വാഹിനി, നിമ്നക, കല്ലോലിനി, നിർജ്ജരി, തരംഗിണി. ദെൻ വെള്ളം, സലിതം, വാരി, അപ്പ്, അമ്പു, നീര്, തോയം, പയം. വെള്ളം വളരെ ഇഷ്ടമാണ് പി എസ് സിക്ക്, നോക്കി വെച്ചേക്കൂട്ടോ. ദെൻ കടൽ, ആഴി, സാഗരം, അർണവം, പാരാവാരം, ജലധി, വാരിധി, സേതു, സിന്ധു, അബ്ദി, അമ്പുതി. ദെൻ ഭൂമി, പൃഥ്വി, ക്ഷിതി, ക്ഷോണി, പാര്, ധര, ധരിത്രി, ധരണി, വസുന്ധര, ഇള, അവനി, മേധിനി, സർവം, സഹ, മന്ന്, ഉർവി. ഇത്രയാണ് പര്യായത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മലയാളത്തിന്റെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിപരീതത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഗുരു, ലഘു, ജംഗമം, സ്ഥാവര, ദെൻ സദ്ഗതി, ദുർഗതി, പുരോഗതി, പശ്ചാത് ഗതി എന്നാണ് കേട്ടോ. തായാണ് അണിമ, ഗരിമ, പ്രഭാതം, പ്രദോഷം, അഗ്രജൻ, അവരജൻ, ഉദ്ഗതി, അധോഗതി, ഇഹം, പരം, വക്രം, ഋജു, കുപിതൻ, മുദിതൻ, അപഗ്രഥനം, ഉദ്ഗ്രഥനം, ആർജവം, കൗടില്യം, നിമ്നം, ഉന്നതം, അധപ്പതനം, ഉത്പതനം, അനിർവചനീയം, നിർവചനീയം, ദെൻ ധനം, ഋണം, ഉന്നതി, അവനതി. ഓക്കെ, ദെൻ ചേർത്തെഴുത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത് സ്ഥിരം ചോദിക്കുന്ന സംഭവങ്ങളാണ്. ഒന്ന് നോക്കി വെച്ചേക്കുക. കൺ പ്ലസ് നീർ കണ്ണീർ, വെൺ പ്ലസ് നീർ വെണ്ണീർ, എൻ പ്ലസ് നൂർ എണ്ണൂറ്. പരാ പ്ലസ് ഉപകാരം, ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. പരാ പ്ലസ് ഉപകാരമാണ് പരോപകാരം. ദെൻ യഥാ പ്ലസ് ഇഷ്ടം യഥേഷ്ടം. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ മഹാ പ്ലസ് ഋഷി മഹർഷി, തണുപ്പ് പ്ലസ് ഉണ്ട് തണുപ്പുണ്ട്, അവിടെ പ്ലസ് അവിടെയാണ് അവിടെ അവിടെ, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പ്ലസ് അവിടെയാണ് അവിടെ. മനശക്തി, മന പ്ലസ് ശക്തി, മന പ്ലസ് ദുഃഖം മനോദുഃഖം, നീ പ്ലസ് അന്തരം നിരന്തരം, തഥാ പ്ലസ് ഏവ തഥൈവ. ശ്രദ്ധിച്ചല്ലോ. അഹ പ്ലസ് രാത്രം അഹോരാത്രം. ഉദ് പ്ലസ് മേഷമാണ് ഉന്മേഷം. ഉദ് പ്ലസ് മേഷമാണ് ഉന്മേഷം. വിദ്യുത് പ്ലസ് ശക്തിയാണ് വിദ്യുത് ശക്തി. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പിന്നെ നെൽ പ്ലസ് മേനി നെന്മേനി. കല് പ്ലസ് മതമാണ് കന്മതം. സത് പ്ലസ് ഗതി സദ്ഗതി. ഉള് പ്ലസ് മ ഉന്മ, റിപ്പീറ്റഡ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണത്. ദെൻ അന്ത പ്ലസ് ചിത്രം അന്തഛിദ്രം. വെള് പ്ലസ് മായാണ് വെണ്മ. വിൻ പ്ലസ് സ്ഥലം വിണ്ടലം. പൊൻ പ്ലസ് കുടമാണ് പുൽക്കുടം. ഇമ്പോർട്ടൻറ്റ്, പൊൻ പ്ലസ് കുടമാണ് പുൽക്കുടം. മഹാ പ്ലസ് ഈശ്വരനാണ് മഹേശ്വരൻ. ഓക്കെ, ദെൻ പിന്നെ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് എൻ പ്ലസ് ഓട് എന്നോട്. ചേറ് പ്ലസ് ഇല്ലാണ് ചേറ്റിൽ. ശ്രദ്ധിക്കണം കേട്ടോ, ചേറ് പ്ലസ് ഇല്ലാണ് ചേറ്റിൽ. കേൾ പ്ലസ് തു ആണ് കേട്ടു. കല് പ്ലസ് മതിലാണ് കന്മതിൽ. ലോക പ്ലസ് ഏകമാണ് ലോകൈകം. ഏകാ പ്ലസ് ഏകയാണ് ഏകൈക. അതി പ്ലസ് ആഗ്രഹമാണ് അത്യാഗ്രഹം. ദെൻ അതി പ്ലസ് അധ്വാനമാണ് അത്യധ്വാനം. വാക്ക് പ്ലസ് മയമാണ് വാങ്മയം. ഉത് പ്ലസ് കാടനമാണ് ഉദ്ഘാടനം. ജീവത് പ്ലസ് ശവം ജീവച്ഛവം. ഇതി പ്ലസ് ആദി ഇത്യാദി. ദെൻ അതി പ്ലസ് ഉന്നതം അത്യുന്നതം. ദെൻ കൈ പ്ലസ് പട കൈപ്പട. പൂ പ്ലസ് കവിൽ പൂങ്കവിൽ. നിമ്ന പ്ലസ് ഉന്നതം നിമ്നോന്നതം. പ്രതി പ്ലസ് ഉപകാരം പ്രത്യുപകാരം. അതി പ്ലസ് അല്പം അത്യല്പം. അതി പ്ലസ് അന്തം അത്യന്തം. നെല് പ്ലസ് മണി നെന്മണി. പൂ പ്ലസ് പാറ്റ പൂമ്പാറ്റ. വാക്ക് പ്ലസ് അർത്ഥം വാഗ്രതം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ സ്പീഡിലിട്ടോ കുറച്ചും എങ്ങനെ വേണമെങ്കിൽ കേൾക്കാട്ടോ. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഞാൻ വേഗം സ്പീഡിൽ പറഞ്ഞു പോയത്. അപ്പോൾ ഇനി എക്സാം എഴുതാനുള്ളവർ തീർച്ചയായിട്ടും കൂളായിട്ട് അധികം ടെൻസ്ഡ് ആവാതെ റിലാക്സ്ഡ് ആയിട്ട് എഴുതുക. നിങ്ങൾക്ക് ആദ്യം അറിയാവുന്നത് അറ്റംപ്റ്റ് ചെയ്യുക, അറിയാത്തത് ആദ്യമേ ചെയ്യാൻ നിൽക്കരുത്. അത് ഹോൾഡ് വെക്കുക. വൺസ് അഗൈൻ വായിച്ചു നോക്കുക. എന്തെങ്കിലും തരത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണെങ്കിൽ അത് എലിമിനേഷൻ വഴിയാണെങ്കിൽ ചെയ്യാം. ഇനി അല്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, സ്കിപ്പ് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. 1.25 മണിക്കൂറുള്ള എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ടൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാത്സ് എളുപ്പമുള്ളവർക്ക് വളരെയധികം ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം. അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുള്ളവരുണ്ട് എങ്കിൽ ആദ്യം അത് ചെയ്യാൻ നിൽക്കരുത്. വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റനിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് എക്സാമിന്റെ കാര്യങ്ങൾ, അതായത് ഇനി ഫസ്റ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം അല്ലെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.